It has actually collapsed. Our people have rushed now to Ramapura camp, and most probably it might not have survived also. We are trying to find out from doctors. I am trying to get report also. Let director give me a call back. Then I will be able to tell you properly. It has died. Postmortem will be done there only. We can't lift elephant and take it anywhere else. Actually, what is the problem? Means that no, really, I don't know. It has to be told by doctors only. Okay. It is because whole day it was stressed also. No, we really don't know. It could be a lot of changes. We'll have to take the blood samples, send it for toxicology report. We'll find out what it is. KB ശ്രീധരനാണ് കർണാടക പ്രിൻസിപ്പൽ CCFുമായി സംസാരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് ആനയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് പറയാൻ കഴിയൂ എന്നാണ് പ്രിൻസിപ്പൽ CCF പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ ശ്രീധരൻ നൽകും. ശ്രീധരൻ, ഈ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട് കർണാടക വനംവകുപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ അറിയിക്കുന്നത്? അഞ്ജിത, ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളൊന്നും കർണാടക വനംവകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടില്ല. അതായത് പ്രാഥമിക റിപ്പോർട്ട് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. കൂടുതൽ വിശദമായ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ഔദ്യോഗികമായി പറയാനാകൂ എന്നാണ് സുഭാഷ് മാൽഘഡെ IFS അറിയിക്കുന്നത്. ഏതായാലും രാംപുര ക്യാമ്പിൽ വെച്ചാണ് ആന ചെരിഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ 2 തവണ ആനയ്ക്ക് മയക്കുവെടിയേറ്റിരുന്നു. ഇതോടൊപ്പം തന്നെ ആനയുടെ കാലിന് വശത്ത് ഒരു മുഴ ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നുണ്ട്. ഇന്നലെ ഫീൽഡ് ഓഫീസർ രമേഷ് കുമാർക്ക് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കിയതാണോ എന്നെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭിക്കൂ. നിലവിൽ ഇതിനു വേണ്ടി ഒരു ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് കർണാടക വനംവകുപ്പ്. ഏതായാലും ഈ വിഷയത്തിൽ കേരളത്തിന്റെ കൂടി ഒരു സുതാര്യത വേണം എന്നുള്ള ആവശ്യം കർണാടക പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത. രക്തസാമ്പിളൊക്കെ എടുത്ത് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനാവൂ. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആനങ്ങനെ ഒരു അലച്ചില്ലാണ്. ഇന്നലത്തെ ഒരു ദിവസം നമ്മൾ കണ്ടതാണ്. ഏതായാലും അതൊക്കെ ഒരുപക്ഷെ ആനയുടെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനം കൂടി ചില മൃഗസ്നേഹികൾ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കർണാടകയുടെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകൂ. ഉച്ചയോടുകൂടി തന്നെ രാംപുര ക്യാമ്പിൽ വെച്ച് തന്നെ നടപടികൾ പൂർത്തീകരിക്കാനാണ് തീരുമാനം. ശ്രീധരൻ പറഞ്ഞ ആ മുഴ, അതായത് പിൻഭാഗത്തെ കാലിന് മുകളിലായിട്ട് ആ മുഴയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ശ്രീധരൻ, ഇതിപ്പോ മുൻപ് 2 ആഴ്ച മുമ്പ് കർണാടക വനംവകുപ്പ് മയക്കുവെടി വെച്ച സമയത്തും ഇതേപോലെ കൂടുതൽ, അതായത് 1-2 ഡോസിലപ്പുറത്തേക്ക് ഡോസ് നൽകിയുള്ള മയക്കുവെടി ആയിരുന്നു അത്. പിന്നീട് ആനയെ റേഡിയോ കോളറൊക്കെ ഇട്ട് ഇങ്ങനെ കാട്ടിലേക്ക് അയക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ 2 ആഴ്ചക്കിടെ ഉണ്ടായ ഈ മയക്കുവെടി ഏറ്റതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും ഇങ്ങനെ ആനയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നൊരു സംശയം മൃഗസ്നേഹികളൊക്കെ തന്നെ, ആനപ്രേമികളൊക്കെ തന്നെ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക നിഗമനം പോലും പങ്കുവെക്കാൻ കഴിയില്ല എന്നാണോ കർണാടക വനംവകുപ്പ് പറയുന്നത്? അല്ല, അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമേ നൽകാനാവൂ. മറ്റു ഊഹാപോഹങ്ങളിലേക്കില്ല എന്നാണ് സുഭാഷ് മാൽഘഡെ IFS പറയുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം ഹെഡ് ഓഫീസിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. ഫീൽഡിൽ നിന്ന് കൃത്യമായ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇതിൽ കൃത്യമായി എന്ത് സംഭവിച്ചു എന്ന് പറയാൻ അദ്ദേഹത്തിന് ആവൂ. ഏതായാലും അതിന് പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞാൽ മാത്രമേ അതിന് സാധിക്കൂ എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും ഈ വിദഗ്ധ ഡോക്ടർമാരെ എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് വേണ്ടി പോസ്റ്റ്മോർട്ടത്തിന് വിദഗ്ധരായിട്ടുള്ള കർണാടക വനംവകുപ്പിന്റെ മൃഗ ഡോക്ടർമാരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. നേരത്തെ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. കേരളം കർണാടകയ്ക്ക് കൈമാറി ലോറിയിൽ വെച്ച് തന്നെ ഈ ആന കുഴഞ്ഞു വീണതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ കൃത്യമായി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം മാത്രമേ എന്ത് സംഭവിച്ചു എന്ന് പറയാനാകൂ.